എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ശക്തമായൊരു ആശയമുള്ള ഒരു ചെറിയ കവിതയാണ്. സ്വപ്നിൽ ശ്രീവാസ്തവ് എഴുതിയ പൈദൽ ചൽത്താ ഹുവ ആദ്മി, അതായത് കാൽനടയായി പോകുന്ന മനുഷ്യൻ. നിങ്ങൾ എപ്പോഴെങ്കിലും റോഡിലൂടെ നടന്നു പോകുമ്പോൾ വലിയ വില കൂടിയ കാറുകൾ ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നിയിട്ടുണ്ട്? നമ്മളൊക്കെ എത്ര ചെറുതാണെന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഈ കവിത നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ചമക്ദാർ സടക് പർ ചൽ രഹേ കാരോം കെ ഹുജൂം മേം കിത്നാ നിരീഹ് ദിഖ് രഹാ ഹേ പൈദൽ ചൽത്താ ഹുവ ആദ്മി. തിളങ്ങുന്ന റോഡിൽ കാറുകളുടെ ഒരു വലിയ കൂട്ടത്തിനിടയിൽ ആ കാൽനടയായി പോകുന്ന മനുഷ്യൻ എത്ര നിസ്സഹായനായി കാണപ്പെടുന്നു. ഹുജൂം എന്നാൽ ആൾക്കൂട്ടം, നിരീഹ് എന്നാൽ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ നിസ്സഹായൻ. ഒന്നോർത്തു നോക്കൂ ആ രംഗം. വലിയ വലിയ കാറുകൾ, അതിന്റെ ഇടയിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോകുന്ന ഒരു സാധാരണ മനുഷ്യൻ. കവി അടുത്ത വരികളിൽ പറയുന്നത് കേൾക്കൂ. കാർമേം ബൈഠേ ഹുए ബഡേ ലോഗ് ഉസേ ഹിക്കാരത് സേ ദേഖ്തേ ഹേൻ ജൈസേ വഹ് കിസി ദൂസരി ദുനിയാ സേ ആയാ ഹുവ ആദ്മി ഹോ. കാറിലിരിക്കുന്ന വലിയ ആളുകൾ, അതായത് പണക്കാർ, അയാളെ ഹിക്കാരത് സേ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. അയാളേതോ വേറെ ലോകത്തുനിന്ന് വന്ന ജീവിയെപ്പോലെയാണ് അവർക്ക് തോന്നുന്നത്. എന്തൊരു കഷ്ടമാണിതല്ലേ! ഒരേ നാട്ടിൽ ഒരേ റോഡിലൂടെ പോകുന്നവരെ തമ്മിൽ കാണുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എന്തുകൊണ്ടാണ് ആ കാറിലിരിക്കുന്നവർക്ക് അയാളോട് പുച്ഛം തോന്നുന്നത്? കാരണം അയാൾ സാധാരണക്കാരനാണ്, കാൽനടയായി യാത്ര ചെയ്യുന്നു. പക്ഷേ ആ കാറിലിരിക്കുന്നവർ ഒരു കാര്യം അറിയുന്നില്ല. അതാണ് കവി അടുത്തതായി പറയുന്നത്. വേ നഹീം ജാൻതേ കി ഉസ്കേ ദം പർ ഉൻകെ ചെഹ്റേ പർ റൗനക് ഹേ. അവർക്കറിയില്ല അയാളുടെ ദംപർ, അതായത് അയാളുടെ ശക്തി കൊണ്ടാണ്, അയാളുടെ അധ്വാനം കൊണ്ടാണ് ഇവരുടെയൊക്കെ മുഖത്ത് രൗനക് അഥവാ ശോഭയും പ്രസരിപ്പും ഉള്ളതെന്ന്. ആ കാറിലിരിക്കുന്നവരുടെ സുഖസൗകര്യങ്ങൾക്ക് പിന്നിൽ ഈ നടന്നുപോകുന്ന സാധാരണക്കാരന്റെ വിയർപ്പുണ്ടെന്ന് അവർ ഓർക്കുന്നില്ല. ഈ പൈദൽ ചൽത്താ ഹുവ ആദ്മി അഥവാ കാൽനടയായി പോകുന്ന മനുഷ്യൻ ആരൊക്കെയാകാം? ഒന്ന് പറഞ്ഞു നോക്കൂ. അതെ, അയാളൊരു കർഷകനാകാം, അനാജ് ഉഗാനേവാല. ഒരു നിർമ്മാണ തൊഴിലാളിയാകാം, മക്കാൻ ബനാനേവാല. നമ്മുടെ നാടു വൃത്തിയാക്കുന്നൊരു തൊഴിലാളിയാകാം, സഫായി കർണേവാല. ഇവരൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കും? ഈ കാറിലിരിക്കുന്നവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ കർഷകൻ നിലമുഴുത് ധാന്യം വിളയിക്കണം, അല്ലേ? വഹ് അനാജ് ഉഗാന ബന്ദ് കർദേ തോ വേ ഭൂക്കോം മർ ജായെങ്കെ. അയാൾ കൃഷി ചെയ്യുന്നത് നിർത്തിയാൽ ഈ പണക്കാരൊക്കെ പട്ടിണി കിടന്ന് മരിക്കും. സത്യമല്ലേ? പൈസയുണ്ടായിട്ട് എന്ത് കാര്യം? കഴിക്കാൻ ധാന്യം വേണ്ടേ? അതുപോലെ അവർക്ക് താമസിക്കാൻ വലിയ വീടുകൾ വേണം. ആരാണീ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്? ഈ സാധാരണ തൊഴിലാളികളാണ്. ഉൻകെ മക്കാൻ നാ ബനായേത്തോ ഉൻഹെ സിർ ഛിപ്പാനേ കി ജഗ നഹി മിലേഗി. ഈ തൊഴിലാളികൾ അവർക്ക് വീടുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവർക്ക് സിർ ഛിപ്പാനേ കി ജഗ, അതായത് തല ചായ്ക്കാൻ ഒരിടം പോലും കിട്ടില്ല. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതെ, ഈ സാധാരണക്കാരനായ മനുഷ്യനില്ലെങ്കിൽ വലിയ പണക്കാർക്ക് കഴിക്കാൻ ഭക്ഷണമോ താമസിക്കാൻ വീടോ ഉണ്ടാകില്ല. പക്ഷെ ഈ സത്യം ആ പണക്കാർ അറിയുന്നുണ്ടോ? ഇല്ല. അതാണ് കവി പറയുന്നത്. ഉൻഹേം പത്താ നഹീം കി പൈദൽ ചൽത്താ ഹുവ ആദ്മി കിത്നാ താക്കത്വർ ഹേ. അവർക്കറിയില്ല ഈ കാൽനടയായി പോകുന്ന മനുഷ്യൻ എത്ര താക്കത്വറാണെന്ന്. താക്കത്വർ എന്നാൽ ശക്തൻ. പുറമേ കാണുമ്പോൾ ഒരു പാവപ്പെട്ടവനായി തോന്നുമെങ്കിലും ഈ സമൂഹത്തെ ചലിപ്പിക്കുന്നത് അയാളുടെ അധ്വാനമാണ്. അയാളാണ് യഥാർത്ഥത്തിൽ ശക്തൻ. എന്നിട്ട് കവിയൊരു മുന്നറിയിപ്പ് നൽകിയാണ്. കവിതയിലെ ഏറ്റവും ശക്തമായ വരികളാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കുക. വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗ ഉൻകെ സാമ്രാജ്യ ഢഹ് ജായെങ്കെ. വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗ എന്നാൽ ഏത് ദിവസമാണോ അയാൾക്ക് ഹോഷ് വരുന്നത്, അതായത് ബോധമുണ്ടാകുന്നത്, തന്റെ ശക്തിയെക്കുറിച്ച് അയാൾ തിരിച്ചറിയുന്നത്, അന്ന് ഉൻകെ സാമ്രാജ്യ ഢഹ് ജായെങ്കെ, അവരുടെയെല്ലാം സാമ്രാജ്യങ്ങൾ തകർന്നു വീഴും. എന്തൊരു ശക്തമായ താക്കീതാണല്ലേ! ഇന്ന് പുച്ഛത്തോടെ നോക്കുന്ന ഈ സാധാരണക്കാരൻ, കർഷകനും തൊഴിലാളിയും ഒരു ദിവസം തങ്ങളുടെ വിലയും ശക്തിയും തിരിച്ചറിഞ്ഞാൽ ഈ പണക്കാരുടെ സുഖസൗകര്യങ്ങളുടെ സാമ്രാജ്യം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുമെന്ന് കവി പറയുന്നു. കാരണം ആ സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നത് ഈ സാധാരണക്കാരന്റെ അധ്വാനത്തിന്റെ അടിത്തറയിലാണ്. അടിത്തറയിളകിയാൽ പിന്നെ സാമ്രാജ്യമുണ്ടാവുമോ? ഇല്ല.
കുട്ടികളെ, ഈ കവിതയിലൂടെ കവി നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? സമൂഹത്തിൽ പാവപ്പെട്ടവനെന്നും പണക്കാരനെന്നും വേർതിരിവുണ്ട്. പണക്കാർക്ക് പാവപ്പെട്ടവരോട് പുച്ഛമാണ്. എന്നാൽ ഈ സമൂഹം നിലനിൽക്കുന്നത് തന്നെ സാധാരണക്കാരായ തൊഴിലാളികളുടെയും കർഷകന്റെയും അധ്വാനം കൊണ്ടാണെന്ന സത്യം നമ്മൾ മറക്കരുത്. അവരെ നമ്മൾ ബഹുമാനിക്കണം, കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ എല്ലാവർക്കും കവിതയുടെ ആശയം മനസ്സിലായോ? വളരെ ലളിതമായ വാക്കുകളിലൂടെ വളരെ വലിയൊരു സാമൂഹിക വിഷയം കവി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു, അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് ഈ കവിതയിലെ ഏത് വരികളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട്? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.